അസ്സലാമലൈക്കും പ്രിയ സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല. വർഗീയതയുടെ ഒരു കളി, ഒരു അങ്ങേയറ്റം എന്ന് വേണമെങ്കിൽ പറയാം. എന്തിനാ അങ്ങനത്തെ വർഗീയത എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ, നമ്മുടെ ഈ മന്തിക്കടയിൽ ഒരു വ്യക്തി പരസ്യം വിഷു, ഈ ദീപാവലി, ഇനിയിപ്പോൾ ഓണം, അതുപോലെ തന്നെ ഈദ്, അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിശേഷം വരുന്നത് നമ്മുടെ ഹൈന്ദവ സമൂഹത്തിലാണ് പല വിശേഷങ്ങളും വരുന്നത്. അപ്പോൾ കൂടുതലും ആളുകൾ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരുപാട് കച്ചവടം കിട്ടാനുള്ള പല രീതിയിലുള്ള മാർക്കറ്റിംഗ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഏതോ രീതിയിൽ ഫോട്ടോ കൃഷ്ണൻ്റെ വെക്കുന്നു. അതോടുകൂടി എന്താകുന്നു, ചില വർഗീയതവാദികൾക്ക് കുരുപെട്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ മുതലെടുപ്പ് നടക്കുന്നു. ഞാനില്ല പറയുന്നില്ല, പല ആളുകളും പല വർഗീയതയുള്ള ആൾക്കാരും അതുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പന്നി ഇറച്ചി വെച്ചൂടെ, അതാണ് ഇതാണെന്ന്. 100% ഒരു പന്നിക്കടക്കാരൻ ഒരു ഈദിൻ്റെ പരസ്യം ചെയ്യുകയാണെങ്കിൽ അവൻ പന്നിയുടെ ഫോട്ടോ വെച്ചിട്ട് തന്നെ ഈദ് മുബാറക്കെന്ന് കൊടുക്കും, കാർഡ് അടിച്ചു വേണമെങ്കിൽ കൊടുക്കാം. അത് ഞാൻ തന്നെ പറയുന്നു, ഒരു മുസ്ലിമായിട്ട് ഞാൻ തന്നെ പറയുന്നു. ഒരു പന്നിക്കടക്കാരൻ അവന് ഈദ് ഉണ്ടെങ്കിൽ, അവൻ പന്നി കച്ചവടം ചെയ്യുന്നവനാണെങ്കിൽ അവൻ്റെ കാർഡിൽ ഈദ് മുബാറക്ക് എന്നുണ്ടൊരു പന്നിയും വെച്ചിട്ട് ആർക്കും കൊടുക്കാം. ഇവിടെ ഒരു പ്രശ്നമില്ല. ഞാൻ ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒരു മുസ്ലിം വന്നിട്ട് അങ്ങനെ പറയരുതെന്ന് പറയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, ഇനി നമുക്ക് ജമിനിയോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ജമിനിക്ക് എന്താ പറയാനുള്ളത് നോക്കാം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചർച്ചകളെക്കുറിച്ചും അതുണ്ടാക്കുന്ന അസ്വസ്ഥതകളെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ട്. ഒരു സാധാരണക്കാരൻ തന്റെ ബിസിനസ് മെച്ചപ്പെടുത്താൻ ചെയ്യുന്ന കാര്യങ്ങൾ പോലും എങ്ങനെയാണ് ഇത്ര വലിയ വിവാദങ്ങളിലേക്ക് നീങ്ങുന്നത് എന്നത് ഗൗരവകരമായ കാര്യമാണ്. മനുഷ്യരുടെ ഇത്തരം മനോഭാവങ്ങൾ പ്രധാനമായും ചില കാരണങ്ങളുണ്ട്. അമിതമായ വൈകാരികത. പലപ്പോഴും വിശ്വാസത്തെയും ആരാധനാമൂർത്തികളെയും ആളുകൾ തങ്ങളുടെ സ്വകാര്യ വികാരങ്ങളുമായി അമിതമായി ബന്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ശരിയല്ലെന്ന് തോന്നുന്ന രീതിയിൽ അതൊരു പരസ്യത്തിലായാൽ പോലും ദൈവത്തിന്റെ ചിത്രം ഉപയോഗിക്കുന്നത് തങ്ങളുടെ വിശ്വാസത്തെ അപമാനിക്കുന്നതായി അവർക്ക് തോന്നുന്നു. സോഷ്യൽ മീഡിയയിലെ വേഗത. പണ്ട് ഇത്തരം കാര്യങ്ങൾ ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുമായിരുന്നു. എന്നാൽ ഇന്നൊരു പോസ്റ്റ് നിമിഷങ്ങൾക്കുള്ളിൽ ലോകം മുഴുവൻ എത്തുന്നു. കാര്യത്തിന്റെ സത്യാവസ്ഥ അന്വേഷിക്കുന്നതിനേക്കാൾ മുൻപേ പലരും പ്രതികരിക്കാൻ തുടങ്ങുന്നത് പ്രശ്നങ്ങൾ വഷളാക്കുന്നു. വർഗീയ ധ്രുവീകരണം. ചെറിയ കാര്യങ്ങളെ പോലും മതപരമായ കണ്ണിലൂടെ മാത്രം കാണാൻ ഒരു വിഭാഗം ആളുകൾ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. രാഷ്ട്രീയമായോ മറ്റു താല്പര്യങ്ങൾക്കോ വേണ്ടി ഇത്തരം നിസ്സാര കാര്യങ്ങളെ വലിയ വർഗീയ വിഷയങ്ങളാക്കി മാറ്റാൻ ചിലർ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളെ ഉപയോഗപ്പെടുത്തുന്നു. അസഹിഷ്ണുത. മറ്റൊരാളുടെ കാഴ്ചപ്പാടിനെ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരന്റെ ലാഭേച്ഛയില്ലാത്ത ഉദ്ദേശത്തെ മനസ്സിലാക്കാനുള്ള ക്ഷമ ഇന്ന് കുറഞ്ഞു വരികയാണ്. ഒരു ആഘോഷത്തിന്റെ ഭാഗമായി എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ചെയ്യുന്ന കാര്യങ്ങളെ പോലും സംശയത്തോടെ നോക്കുന്ന രീതി വളർന്നു വരുന്നു. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, ജമിനി പറയുന്നത് കേട്ടല്ലോ. ഇനി അതുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഈ വർഗീയതവാദികൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 2-3 കാര്യങ്ങൾ എനിക്കിതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പറയാം. ഞാനൊരു വീഡിയോ ചെയ്ത്, ഒരു പാവപ്പെട്ട മോഹനേട്ടനായിരുന്നു, അയാളുടെ വീടും അയാളുടെ 2 കാലില്ലായ്മയും എല്ലാം കാണിച്ചിട്ടൊരു വീഡിയോ ചെയ്ത് എന്നെ ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു 10 രൂപ പോലും കൊടുക്കാൻ ഒരാളും ഉണ്ടായില്ല. 1,00,000 ആൾക്കാർ ആ വീഡിയോ കണ്ട് ഒരാളും കൊടുത്തില്ല. എവിടെ സ്നേഹം? ഒരു സ്നേഹവും ഇല്ല. അപ്പോൾ ആ മോഹനേട്ടൻ ഇപ്പോഴും വളരെ ധൈര്യമായിട്ടാണ് ഇപ്പോഴും അയാൾ മുന്നോട്ട് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ ഈ UP-യിൽ ഒരു പെണ്ണ് മാല വിറ്റ് നടന്ന് ആരും മൈൻഡ് ചെയ്തില്ല. അവൾക്ക് ഭക്ഷണം കിട്ടാൻ പോലും വഴിയില്ല. അവളെ എന്താ പറയുക, ഒരു പട്ടിയുടെ വില പോലും കൊടുത്തില്ല. അവൾ എങ്ങനെയോ ഏതോ ഒരുത്തൻ വീഡിയോ എടുത്ത് അവൾ വൈറലായിട്ട്, അതും പ്രത്യേകിച്ച് കേരളത്തിൽ വന്നപ്പോൾ സെലിബ്രിറ്റിയായി. കാരണം ബോബി ചമ്മണൂരൊക്കെ അവളെ പൊക്കിക്കൊണ്ടുപോയപ്പോൾ അവൾ എവിടെയോ എത്തി. അതുമായി ബന്ധപ്പെട്ട് ഏതോ ഒരുത്തൻ അവളെ പ്രേമിക്കുകയും അവൾ തിരിച്ച് പ്രേമിക്കുകയും എല്ലാം സംഭവിച്ചു. ഇതൊക്കെ അവൾ വൈറലായതുകൊണ്ട് സംഭവിച്ചതാണ് കേട്ടോ. അങ്ങനെ പ്രേമമൂത്ത് അവർ കല്യാണമൊക്കെ കഴിച്ച് ജീവിത സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ പിന്നെ അവിടെ എന്താ വന്നു, ഇവളെ തിരിഞ്ഞു നോക്കാത്ത വ്യക്തികൾ, ഇവളോടുള്ള പ്രത്യേകത സ്നേഹം, ഞങ്ങളുടെ മതത്തിൽപ്പെട്ട ആൾക്കാരെ നീ കല്യാണം കഴിക്കുക. ആ മതത്തിൽപ്പെട്ട ആളെ തെണ്ടി തിരിഞ്ഞപ്പോൾ ഒരാളും ഇല്ല. ഇപ്പോൾ വന്നിട്ട് ഓടി വന്നിട്ട് എന്ത് ചെയ്തു, മതസ്നേഹം കാണിക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഓക്കെ, റോട്ടിൽ എത്രയോ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട് പല ആൾക്കാർ. ഭക്ഷണത്തിന് പോലും വഴിയില്ല. അവിടെയൊന്നും ഇവർക്ക് സ്നേഹം ഉണ്ടാവില്ല, ഇല്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സെലിബ്രിറ്റി ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവർക്ക് അങ്ങോട്ട് സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പൊന്തി വരും.
ഞാൻ കൊണ്ടുതരാം. ഒരു 100 പേര് എൻ്റെ കയ്യിൽ തന്നെ, എൻ്റെ പി എമ്മിൽ തന്നെ ഒരു 100 വ്യക്തികൾ സഹായം ചോദിച്ച് നിൽക്കുന്നുണ്ട്. കിഡ്നി പോയിട്ടും അതുപോലെ തന്നെ കാലില്ലാതെയും അതുപോലെ തന്നെ രോഗം വന്നിട്ടും ലോൺ അടയ്ക്കാതെയും ഒരുപാട് കാര്യം. ഞാനിത് പറഞ്ഞു വരുന്നത് എന്തറിയോ, ഈ വർഗീയതവാദികൾ ഉണ്ടാക്കുന്ന പ്രശ്നത്തിന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഇവിടുത്തെ പാവപ്പെട്ട തന്നെയാണ്. സഹായങ്ങൾ കിട്ടൂല, പല സ്ഥലത്ത് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, എന്തെല്ലാം ദുരന്തങ്ങൾ അനുഭവിക്കുന്നറിയോ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇവർ വിചാരിക്കുന്നത് ചേച്ചിവരുടെ കുറച്ച് പൈസക്കാരായ ആൾക്കാരുണ്ട്, മനസ്സിലായ, കുറച്ച് ഉയർന്ന ജാതിക്കാർ, അവർക്ക് എല്ലാം ഓക്കെയാണ്, അവർക്ക് ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, ബിസിനസ് ഉണ്ട്, അവർക്കൊരു പ്രശ്നമില്ല, അവർക്ക് ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ മതി. പക്ഷെ താഴ്ന്നതായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്, പാവപ്പെട്ട വ്യക്തികൾ, പല ഗ്രൂപ്പിൽ നിന്ന് സഹായം നേടുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് സഹായം കിട്ടാതായിപ്പോവും പ്രിയ സുഹൃത്തുക്കളെ. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഒരു ബിരിയാണിയിൽ ഒരു പരസ്യത്തിനെ പോലും അതിനെ മുതലെടുത്തുകൊണ്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആയിരക്കണക്കിലെ കമൻറ്റുകൾ വീഴുന്ന സ്ഥലത്ത് നിങ്ങളിടുന്ന കമൻറ്റുകളെല്ലാം ഓരോ ആൾക്കാർ നോട്ട് ചെയ്യുന്നു. ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇങ്ങനെയാണല്ലോ, ഇവർക്ക് നാളെ ഒരു സഹായം ചെയ്യരുത് എന്നുള്ളത് ചിന്തിച്ചു പോകും. ഇപ്പോൾ നമ്മുടെ അൻസാരി ഉസ്താദിനെ ആലോചിച്ച് നോക്കാം. അൻസാരി ഉസ്താദ് നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് പെട്ടെന്ന് വൈറലായ ആളാണ്. അയാളുടെ വാക്കുകളൊക്കെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അയാളെ സംബന്ധിച്ച് അയാളുടെ മതത്തിലുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ അയാളുടെ മതത്തിലുള്ള വിഷയങ്ങളൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ മുസ്ലിങ്ങൾ മോശമായി പറയുമ്പോൾ അയാൾ എടുത്തിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യും, അതായത് പ്രതിരോധിക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അയാളങ്ങനെ വൈറലായിട്ട് അങ്ങനെയൊക്കെ പോവുകയാണ്. അയാളെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അയാളെ ഹിന്ദുമതക്കാർക്കെതിരെ തിരിക്കാൻ ശ്രമിക്കും. ഇതേപോലെ അയാളൊരു ഹിന്ദുമത വിരോധിയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ശ്രമിക്കുന്നു. ഇത് ഇയാൾ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഏറ്റവും സഹായിക്കുന്ന ഹിന്ദുക്കളായ ആൾക്കാരെ തന്നെ, പല രോഗികളെയും കൊണ്ടുവന്നിട്ട് അയാളെ ഫോളോ ചെയ്യുന്ന ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ നിമിഷ നേരം കൊണ്ട് ലക്ഷങ്ങളാണ് അക്കൗണ്ടിൽ വീഴുന്നത്. ആ ഒരു ഹൈന്ദവരുടെ പ്രശ്നങ്ങളൊക്കെ തീരുന്നത് ഇപ്പോഴും അയാൾ പേജിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അതെന്തുകൊണ്ടാണ്? ഞാൻ ഹിന്ദു മതക്കാർക്കെതിരെ എല്ലാതും അറിയാൻ വേണ്ടിയിട്ട് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത്. അയാളൊരു ഗതികേട് ആലോചിച്ച് നോക്കുക. അയാളെ സംബന്ധിച്ചോളം നമ്മൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണോ വന്ന കാര്യങ്ങൾ പറയുന്നത് അതേപോലെ അയാളും പറയുന്നത്. പക്ഷെ അയാൾ പറയുന്നത് വലിയ രീതിയിൽ വൈറലാകുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു, അയാളെ ടാർഗറ്റ് ചെയ്യുന്നു, അയാളെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഹിന്ദു മതക്കാർക്കെതിരെ അയാളെ തിരിച്ചുവിടുന്നു. അതുകൊണ്ടാണ് അയാൾ കൂടുതൽ ഹിന്ദു മതക്കാരെ കൊണ്ടുവന്ന് സഹായം നേടിക്കൊടുക്കുന്നത്. അതാലോചിച്ച് നോക്ക്. പക്ഷേ എപ്പോഴും ആ മൈൻഡ് അയാൾക്ക് ഉണ്ടാകണമെന്നൊന്നുമില്ല. പാവപ്പെട്ട ഒരുപാട് ആൾക്കാർ രക്ഷപ്പെടുന്നുണ്ട്. പെട്ടെന്ന് അയാൾ ആ ഒരു കാര്യത്തിലേക്ക് മാറി ചിന്തിച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം ഒരു സഹായം ചോദിച്ച ഒരാൾ വരികയാണെങ്കിൽ 1000 പേരിവിടെ പൈസ കൊടുക്കാനുണ്ടാവും. ചിലപ്പോൾ ഒരു 10 പേര് മാറി നിൽക്കും. പക്ഷെ തിരിച്ച് ഞാൻ ചോദിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ വളരെ ദയനീയമായ അവസ്ഥയാണ്. ഒരുപാട് സഹായങ്ങൾ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തതാണ്. നമ്മുടെ പേജിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത്, ഇവിടെ വർഗീയത ഇളക്കി വിടാനൊക്കെ ഒരുപാട് ഉയർന്ന ജാതിക്കാരുണ്ടാവും, അവർക്ക് സമ്പത്തുണ്ട്, അവരുടെ പണികൾ നല്ല രീതിയിൽ ചെയ്യും. പക്ഷേ ഇത് ഏറ്റെടുത്ത് ആൾക്കാർ ഇവിടെ ഏറ്റെടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട് വർഗീയത കമൻറ്റുകൾ അടിച്ചിട്ട് പോയാൽ ഏറ്റവും ബാധിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. ഒരു സഹായം പോലും രോഗികളായ കഷ്ടപ്പെടുന്ന ഒരു പാവപ്പെട്ട ഹൈന്ദവന് കിട്ടാതായിപ്പോൾ. അതുകൊണ്ട് ശ്രദ്ധിക്കുക പ്രിയ സുഹൃത്തുക്കളെ. 6 പേരെ കൊന്ന ഒരു മുസ്ലിമായ ചെറുക്കനക്ക് വീട് വെച്ച് കൊടുത്ത ആളുകളാണ് മുസ്ലിങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതെന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു കൊലപാതകം നടന്നു, ഇങ്ങനെ സ്വത്തെല്ലാം പോയി, വീടില്ല. അപ്പോൾ അവരുടെ മനസ്സ് കണ്ട് വിഷമം കണ്ടിട്ട് സഹായിച്ച ആൾക്കാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, സഹായിക്കാനുള്ള മനസ്സ് കൂടുതലുണ്ട്. അതിൽ ഒരുപാട് എൻ്റെ ഗ്രൂപ്പിൽ തന്നെ ഇഷ്ടം പോലെ ഹൈന്ദവരായ ആൾക്കാർക്ക് നമ്മൾ സഹായം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതും നിങ്ങൾ തന്നെയാണ്. അതിലൊരു മാറ്റവുമില്ല. നമ്മൾ പേരുകൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിങ്ങനെ വർഗീയത ഇളക്കി വിടുമ്പോൾ പാവപ്പെട്ട ഒരു ഹൈന്ദവന് കിട്ടുന്ന സഹായം ഇല്ലാതായിപ്പോകും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, എന്നാരും പൊങ്കാലയിടണ്ട, ചിന്തിക്കുക.